ലഡാക്ക് അതിർത്തിയിൽ വീണ്ടും അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് ചൈന. ഗാൽവാൻ അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് ശേഷം ലഡാക്കിൽ പുതിയ നീക്കവുമായി ചൈനീസ് സർക്കാർ. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ പുതിയ 2 കൗണ്ടികൾ പ്രഖ്യാപിച്ച് ചൈന. കൗണ്ടികൾ എന്നാൽ ഇന്ത്യയിലെ ജില്ലകൾക്ക് സമാനമാണ്. ഹിയാൻ, ഹെക്കാങ് എന്നീ പുതിയ ജില്ലകളാണ് ചൈനീസ് ഭരണകൂടം ചൈനയിലെ ഉയ്ഗൂർ സ്വയംഭരണ മേഖലയിലെ ഹോറ്റാൻ പ്രവിശ്യയുടെ ഭാഗമായി പ്രഖ്യാപിച്ചത്. ഹോറ്റാൻ പ്രവിശ്യയ്ക്കാണ് പുതിയ ജില്ലകളുടെ നിയന്ത്രണാവകാശം. ചൈനയുടെ ഈ നീക്കത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചിരിക്കുകയാണ് ഇന്ത്യ. ലഡാക്ക് മേഖലയിൽ ഉൾപ്പെടുന്ന ചൈനീസ് അധിനിവേശ പ്രദേശമാണ് അക്സായ് ചിൻ. ഇന്ത്യയുടെ ഭാഗമായ ഈ പ്രദേശം വിട്ടുനൽകാൻ ചൈനയോട് നിരവധി തവണ നയതന്ത്ര ചർച്ചകളിലൂടെ ഇന്ത്യ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ആവശ്യത്തിനെതിരെ മുഖം തിരിച്ചിരിക്കുകയാണ് ചൈനീസ് ഭരണകൂടം. ബലപ്രയോഗത്തിലൂടെ അയൽ രാജ്യങ്ങളുടെ പ്രദേശം കൈയടക്കുന്നതാണ് കാലങ്ങളായി പിന്തുടർന്നു പോരുന്ന ചൈനീസ് നയം. ഗാൽവാൻ അതിർത്തിയിലെ സംഘർഷത്തെ തുടർന്ന് നിരവധി തവണ ചൈനയുമായി നയതന്ത്ര ചർച്ചകൾ ഇന്ത്യ നടത്തിയെങ്കിലും ഒന്നും ഫലവത്തായില്ല. ലഡാക്ക് മേഖലയിലെ ചൈനീസ് അധിനിവേശം ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇന്ത്യൻ പ്രദേശത്ത് അനധികൃത കയ്യേറ്റം നടത്തിയ മേഖലയിലാണ് ചൈന പുതിയ ജില്ലകൾ പ്രഖ്യാപിച്ചത്. വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൈനയുടെ ഈ നീക്കം പുതിയതായി പ്രഖ്യാപിച്ച യാർലൂങ് സാൻപോ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധമുണ്ട്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഈ നദി ബ്രഹ്മപുത്ര എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയാണത്. നിലവിൽ ചൈനയിലെ 3 ഗോർജസ് ജലവൈദ്യുതി പദ്ധതിയെക്കാളും വലുതാണിത്. ഈ ജലവൈദ്യുതി പദ്ധതി നിലവിൽ വന്നാൽ ബ്രഹ്മപുത്ര നദിയിലെ ജലലഭ്യതയെ സാരമായി ബാധിക്കും. ഇന്ത്യ ചൈനയുമായി പങ്കുവയ്ക്കുന്ന നദികളിൽ ചൈന ജലവൈദ്യുതി പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇന്ത്യയെ കൂടെ വിഷയം ധരിപ്പിക്കണം എന്ന സാമാന്യ മര്യാദ ചൈന പതിവ് പോലെ കാട്ടിയില്ല. ഇന്ത്യയിലേക്കുള്ള നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തില്ല എന്ന ഉറപ്പ് ചൈന തരണമെന്ന് ഇന്ത്യ നയതന്ത്ര തലങ്ങളിലൂടെ ഉന്നയിച്ചു. വിഷയത്തിൽ ചൈനീസ് പ്രതികരണം കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ നയതന്ത്രജ്ഞർ.